ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു മൈൻക്രാഫ്റ്റ് ഗെയിമുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കില്ല ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മൾ ഈ ഒരു വീഡിയോ സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു വൺ ബ്ലോക്ക് സീരീസ് അല്ല. വൺ ബ്ലോക്ക് സീരീസ് ആണെന്ന് വെച്ചാൽ ആണ്, ബട്ട് വൺ ബ്ലോക്ക് അല്ല, കുറച്ച് ഐലൻഡ് സീരീസ്, അങ്ങനെ ഒരു സീരീസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ ഒരു ചെസ്റ്റും കാര്യങ്ങളും തുറന്നു നോക്കിക്കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഉപയോഗം കാര്യങ്ങളൊന്നും എനിക്ക് അധികം അറിയത്തില്ല. അധികം ഡൈരിയും കാര്യങ്ങളൊക്കെ ഉപയോഗം എനിക്ക് അറിയത്തില്ല. അപ്പോൾ 2 സാപ്ലിങ്സും കാര്യങ്ങളും എടുത്തതിന് ശേഷം ആ ഒരു എന്തോന്ന് വുഡിന് വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെയാണ് സാപ്ലിങ്സ് കാര്യങ്ങൾ നട്ടിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ഷീപ്പിനെ കാര്യങ്ങളൊക്കെ കൊല്ലണം. അപ്പോഴത്തേക്കും നമുക്ക് കുറച്ച് വുഡും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം ഷീപ്പിനെ കൊല്ലാം. അതെയോ ഷീപ്പിനെ വളർത്തണോ? വേണ്ട ഗൈസ്, വളർത്തിക്കഴിഞ്ഞാൽ നമുക്ക് രാത്രിയാകുമ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ കിടന്നുറങ്ങണമല്ലോ, ബെഡും കാര്യങ്ങളൊക്കെ വേണം ഗൈസ്. അപ്പോൾ ഈ ഒരു വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യുക ഗൈസ്. അപ്പോൾ അടുത്തേത് വീഡിയോയും കാര്യങ്ങളൊക്കെ വേണം നിങ്ങൾ കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുക ഗൈസ്. ജസ്റ്റ് ഒരു കമൻറ്റും കാര്യങ്ങളൊക്കെ മതി ഗൈസ്. ഓക്കെ, നമ്മളിവിടെ വുഡും കാര്യങ്ങളൊക്കെ കുറച്ച് എടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കണം. പിക്കാക്സ്, ആക്സ്, സോഡ്, കുറേ കാര്യങ്ങൾ ഉണ്ടാക്കണം. അപ്പുറത്തൊരു ഐലൻഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് മൈനിങ്ങിനുള്ള ഒരു ഐലൻഡ് കാര്യങ്ങളൊക്കെ ആണെന്ന് തോന്നുന്നു. പിന്നെ നമുക്കിവിടെ മൊത്തത്തിലൊന്ന് നിരപ്പാക്കണം. യെസ്, ഇതൊരു നെതറിൻ്റെ ആണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് പോർട്ടൽ ഉണ്ടാക്കണ്ടേ? നെതറാണെങ്കിൽ വേണ്ടായിരിക്കും ഗൈസ്. അപ്പോൾ നമുക്ക് ഒബ്സിഡിയൻ്റെ ആവശ്യമില്ലെന്ന് തോന്നുന്നു. കേസ് അവിടെ എൻഡും കാര്യങ്ങളൊക്കെ ഉണ്ട്, എൻഡ് പോർട്ടൽ കേസ്. അപ്പോൾ ഈ ഒരു വീഡിയോ മറക്കാതെ ജസ്റ്റ് ഒരു ലൈക്ക് കേസ്. ഇത്രയും നേരം കണ്ടതിൽ ജസ്റ്റ് ഒരു ലൈക്ക് മാത്രം മതി കേസ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കേസ്. ജസ്റ്റ് ഒരു സ്കിപ്പ് മാത്രം ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൈൻക്രാഫ്റ്റ് എന്താണെന്നും ആ ഒരു ന്യൂ പ്ലെയർ ആണെങ്കിൽ എന്തൊക്കെ ചെയ്യണമെന്നും ഫസ്റ്റ് ബേസിക് എന്താണെന്നും മനസ്സിലാവും കേസ്. നമ്മൾ വേണ്ട ഇവിടെ ഒരു ക്രാഫ്റ്റിംഗ് ടേബിളും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അതിൽ നമ്മൾ വുഡ് എടുത്ത് ഓക്ക് പ്ലാങ്ക്സ് ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് സ്റ്റിക്കും കാര്യങ്ങളൊക്കെ വേണം. സ്റ്റിക്ക് എടുത്തു. ഇനി നമുക്ക് ഒരു പിക്കാക്സും വേണം. പിക്കാക്സും ആക്സും വേണം. അതേ, സോഡ് വേണോ? നമുക്ക് പിക്കാക്സും ആക്സും വേണം ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മൾ ആക്സും പിക്കാക്സും അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ഞാനിപ്പോൾ കുറേ നാളായി ഗൈസ് ഈ ഒരു മൈൻക്രാഫ്റ്റ് സീരീസ് കാര്യങ്ങളൊക്കെ കളിച്ചിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ എൻ്റെ ഒരു പോരായ്മ ഉണ്ടെങ്കിൽ നിങ്ങൾ മറക്കാതെ കമൻറ്റും കൂടെ ചെയ്യണം. ഇതിലെന്തെങ്കിലും മാറ്റങ്ങളെന്തെങ്കിലും വരുത്തണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മാത്രമേ മതി ഗൈസ്. ജസ്റ്റ് ഒരു കമൻറ്റ് സ്പോട്ടിൽ നമ്മൾ മാറ്റുന്നതായിരിക്കും. സ്പോട്ടിൽ ഗൈസ്. അപ്പോൾ നമ്മൾ 3 ഇതാണ് ഷീപ്പിൻ്റെ വൂളും കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ ഷീപ്പിൻ്റെ വൂളും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം ബെഡ് ഉണ്ടാക്കാനുള്ളത് ആദ്യം ഓക്ക് പ്ലാങ്ക്സ് വേണം. 3 ഓക്ക് പ്ലാങ്ക്സും 3 ഷീപ്പിൻ്റെ വൂളും ഇങ്ങനെ നിരത്തി വച്ചതിന് ശേഷം 3 വൂളും കാര്യങ്ങളൊക്കെ വയ്ക്കണം. ഓക്കെ ഗൈസ്, 3 ഓക്കെ ഗൈസ്, ഇത് തന്നെ ബെഡ് ഉണ്ടാക്കാനുള്ള എനിക്കൊരു ഇതുണ്ടായിരുന്നു. പറ്റൂലേ എന്നൊരു ബെഡ് ഉണ്ടാക്കാൻ മറന്നുപോയെന്നാണ് എൻ്റെ ഒരു വിചാരം. എല്ലാം കംബാക്ക് അടിച്ച് തിരിച്ച് വരുന്നു ഗൈസ്. അപ്പോൾ ഇത് മൊത്തത്തിൽ നിരത്തി വയ്ക്കണം. അതിനുശേഷം ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. നിരപ്പണം, പിന്നെ വുഡ് ഇങ്ങനെ. അപ്പോൾ ഒക്കെ ഗൈസ്, നമ്മൾ ഇത്രയും നിരത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു മരമൊക്കെ കാര്യങ്ങളൊക്കെ ഇടിച്ചും കാര്യങ്ങളൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഒരു കോബിൾ സ്റ്റോൺ ജനറേറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ അങ്ങോട്ടും കാര്യങ്ങളൊക്കെ ഒരു ചെറിയൊരു പാത്തും കാര്യങ്ങളൊക്കെ വയ്ക്കണം ഗൈസ്. അതും കാര്യങ്ങളൊക്കെ കുറേ സെറ്റും കാര്യങ്ങളൊക്കെ ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം വല്ലതും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്താൽ മാത്രം മതി ഗൈസ്. ഓക്കെ ഗൈസ്, നമുക്കൊന്ന് ആദ്യം ഒന്ന് ജനറേറ്റർ ഉണ്ടാക്കാം. കോബിൾ സ്റ്റോൺ ജനറേറ്റർ ഉണ്ടാക്കാനായിട്ട് ലാവയും ഒരു ബക്കറ്റ് ഓഫ് വാട്ടർ വേണം ഗൈസ്. ഓക്കെ, നമ്മളങ്ങനെ 2 എത്ര കുഴി വേണം? 34 തോന്നുന്നു. 3
3 4 കുഴിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. 4ആണോ 5അല്ലേ ഗൈസ്? 5ആകുമ്പോഴല്ലേ കറക്റ്റാവുന്നത് ഗൈസ്. ഇതൊക്കെ മറന്നു ഗൈസ്. നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. നമുക്ക് അപ്പോൾ ഇതിൻ്റെ സെൻട്രലായിട്ട് ആദ്യം വുഡ് വെച്ചൊക്കെ കരിഞ്ഞു ഗൈസ്. നമുക്കൊരു സ്റ്റോണും കാര്യങ്ങളൊക്കെ വയ്ക്കണം. അതിന് വേണ്ടിയിട്ടാണ് അവിടെ നിന്ന് സ്റ്റോണും കാര്യങ്ങളൊക്കെ എടുത്താൽ. അപ്പോൾ ഒരു കുഴിയും കൂടെ കുഴിച്ചതിന് ശേഷം 5 കുഴിയിൽ നടുക്കത്തെ കുഴിയിൽ നമ്മൾ ആ ഒരു സ്റ്റോണും കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ പ്ലേസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇവിടെ ഒരു ബക്കറ്റ് ഓഫ് ലാവയും കാര്യങ്ങളും ഒഴിച്ചു കൊടുക്കണം. ഇപ്പുറത്ത് ബക്കറ്റ് ഓഫ് വാട്ടറും കാര്യങ്ങളൊക്കെ ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം ഇവിടെ നിന്നിട്ട് ഇങ്ങനെ ക്രൗച്ച് ചെയ്ത് നിന്നതിന് ശേഷം നമുക്ക് ഇതൊന്ന് പൊട്ടിച്ച് കഴിഞ്ഞാൽ കിട്ടേണ്ടതാണ്. നിങ്ങൾ കിട്ടി ഗൈസ്. പക്ഷേ ഒരു ഡൗട്ട്, ഇവിടെ നിന്ന് അതങ്ങനെ അങ്ങ് പോയ നടുക്കല്ലേ വരണ്ടേ? അത് ഫ്ലോപ്പായെന്ന് തോന്നുന്നു. കുഴപ്പമില്ല, ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് കുറച്ച് കോബിൾ സ്റ്റോൺ മതിയല്ലോ. ഇവിടെ നിന്ന് കിട്ടുമല്ലോ ഗൈസ്. അപ്പോൾ ഇവിടെ നിന്ന് കുറേ കോബിൾ സ്റ്റോണും കാര്യങ്ങളൊക്കെ എടുക്കണം. അത്യാവശ്യത്തിന് കോബിൾ സ്റ്റോണും കാര്യങ്ങളൊക്കെ എടുക്കണം ഗൈസ്. ഇവിടെ നിന്ന് അത്യാവശ്യം കോബിൾ സ്റ്റോണും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്നൊരു ജനറേറ്ററും കാര്യങ്ങളൊക്കെയാണ്. അതിന് നമ്മൾ വലിയ ഫാമും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇത് മൊത്തം ഞാൻ പിന്നെ അപ്ഡേറ്റ്. ഓക്കെ ഗൈസ്, നമ്മളിവിടെ കുറേ വുഡും കാര്യങ്ങളൊക്കെ കളക്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. കുറച്ച് സ്റ്റോണും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ളൂ. നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളൂ. കുറച്ച് വുഡ് അവിടെ നിന്ന് വേണമായിരുന്നു. അങ്ങനെ കുറച്ച് വുഡും കാര്യങ്ങളൊക്കെ നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഗൈസ്, മൊത്തത്തിൽ 16 വുഡ് ആയിട്ടുണ്ട് ഗൈസ്. 16 വുഡ്. വണ്ടർഫുള്ളി. ഓക്കെ, നമ്മളിപ്പോൾ 16 വുഡും കാര്യങ്ങളും എടുത്തതിന് ശേഷം നമുക്ക് ഇപ്പം പിക്കാക്സിലോട്ട് സ്റ്റോണിലോട്ട് നമുക്കൊന്ന് മാറേണ്ടതാണ്. മീൻസ് അങ്ങോട്ടും കാര്യങ്ങൾ നമുക്ക് മൊത്തത്തിൽ സ്റ്റോണും കാര്യങ്ങളും വെച്ച് അടയ്ക്കണം. മൊത്തത്തിൽ അടച്ചതിന് ശേഷം ഇവിടെ മൊത്തം നിരപ്പാക്കണം. നിരപ്പാക്കിയാൽ കൊള്ളാമോ? കൊള്ളൂല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൊള്ളാമെങ്കിൽ നിങ്ങൾ. ഓക്കെ ഗൈസ്, നമ്മൾ ഇത്രയും നേരം ഞാൻ ഓഫ് ക്യാമറയിൽ വർക്ക് ചെയ്ത് ഞാൻ മൊത്തത്തിൽ അടച്ച് നല്ല വൃത്തിയായിട്ട് അടച്ചും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം അവിടെ ഒരു പാത്തും കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം മൊത്തത്തിൽ അടച്ച് ഒരു നിരപ്പാക്കി ഫ്ലാറ്റ് ഏരിയയാക്കി കുറേ ചെസ്റ്റും കാര്യങ്ങളൊക്കെ ഇവിടെ നമ്മൾ കുറേ ഇതും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ സ്റ്റോണിലും കാര്യങ്ങളോട്ട് മാറിയിട്ടുണ്ട്. പിക്കാക്സ്, ആക്സ്, സോഡ് എല്ലാം കൂടെ ആക്കിയിട്ടുണ്ട്. ഞങ്ങൾ മേലോട്ട് കാര്യങ്ങൾ പാത്തും കാര്യങ്ങൾ കൊടുത്തു. ഈ ചെസ്റ്റിൻ്റെ അകത്ത് കുറച്ച് ഇവിടെ നിന്ന് എടുത്ത കുറേ വുഡ്, 2 സ്റ്റാക്ക് വുഡും 2 സ്റ്റാക്കും ഒരു 16 വുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഗൈസ്, നമുക്ക് മേലോട്ട് കാര്യങ്ങളൊന്ന് പോയി നോക്കാം. നേരത്തെ മേലോട്ട് പോയി നോക്കിയില്ല, ഈ കുറച്ച് അയൺ മാത്രമേ കണ്ടുള്ളൂ. ഓ ഗൈസ്, ഡയമണ്ടോ ടക്കുന്ന് 4 ഡയമണ്ട് ഗൈസ്. ഡയമണ്ടൊക്കെ നമ്മൾ എടുക്കുന്നതാണ്. ആദ്യം നമുക്ക് അയണിലോട്ട് മാറിയതിന് ശേഷമാണ് നമുക്ക് ഡയമണ്ട് കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റത്തുള്ളൂ. ഇതിൻ്റെ അകത്ത് കുറേ ഡയമണ്ട് ഓറ്, എമറാൾഡ് ഓറ്, ലാപ്പീസ് ഓറ്, പിന്നെ നമുക്ക് ഗ്രാവല്, പിന്നെ നമുക്ക് ഗോൾഡ് ഓറ് വരുന്നുണ്ട്, പിന്നെ റെഡ് സ്റ്റോൺ വരുന്നുണ്ട്. ഇങ്ങനെ കുറേ കേസ് അയൺ, പിന്നെ കോൾ വരുന്നുണ്ട്. കുറേ സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്. കിട്ടില്ല കേസ്. ഇവിടെ ആദ്യമേ ഇവിടെ കിട്ടിയിരുന്ന കൊള്ളായിരുന്നല്ലേ. എനിക്ക് എപ്പോഴും നമ്മളിവിടെ ലക്ഷപ്രഭുവായാണ്. ഇവിടെയൊക്കെ കേസ് അത് ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല. കാരണം സ്റ്റോൺ പിക്കാക്സ് ഇട്ട് ഞാൻ മൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോവും. പിന്നെ അത് വെറുതെ കിട്ടാതിരിക്കും. അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് അയൺ കാര്യങ്ങളൊക്കെ മൈൻഡ് ചെയ്യാം. ഓക്കെ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഗൈസ്. മറക്കാതെ ലൈക്ക് ചെയ്യുക. ഇങ്ങോട്ടൊക്കെ നമ്മൾ വരുന്നതാണ്. കുറച്ച് കഴിഞ്ഞിട്ട് വരാം ഗൈസ്. ആദ്യം നമുക്കൊന്ന് മേളിലോട്ട് കയറാം. ഇവിടെ മൊത്തത്തിൽ ഡയറക്റ്റാക്കി ആക്കുന്നില്ല. എന്താ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റാത്ത സ്ലാബും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റാത്തത്. അത് നമ്മളിവിടെ മൊത്തത്തിൽ ഡയറക്റ്റാക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ വെറുതെ എന്തിനാണ് വൃത്തികേടാക്കുന്നത് ഗൈസ്. നമ്മളെ കുറച്ച് ഡർട്ടേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നേരെ നമ്മൾ ബീച്ചിലോട്ട് കാര്യങ്ങളൊക്കെ പോവാം. ഡയമണ്ടൊക്കെ കാണുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല ഗൈസ്. നമ്മൾ തിരിച്ചിങ്ങോട്ട് വരുന്നതായിരിക്കും. കുറേ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ അടുത്തൊരു വീഡിയോയിലും കാര്യങ്ങളൊക്കെ വരുത്തുന്നതായിരിക്കും. അപ്പോൾ
വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഗൈസ്. അപ്പോൾ നമുക്ക് ഇനി എന്തെങ്കിലും മാറ്റം വരുത്തുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി ഗൈസ്. ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നു. ഗുഡ് ബൈ. സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ബൈ.